പ്രതീക്ഷിച്ച പോലെ തന്നെ 28 Years Later ഈസ് എ വെൽ മെയ്ഡ് ഹൊറർ ഫ്ലിക്ക്. ഈ വർഷം എനിക്ക് കാണാൻ ഭയങ്കരധികം ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു ഹോളിവുഡ് മൂവീസിലൊന്നാണിത്. കാരണം ഇതിൻ്റെ ട്രെയിലർ അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് അതിനുള്ള ഈ ഒരു പടം ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ സിനിമ ഒരു ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടമാണ്. ഓൾറെഡി 28 Days Later, ദെൻ 28 Week Later, ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ 3ാമത്തെ 28 Years Later എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങുന്നത്. ദെൻ അടുത്ത കൊല്ലം തന്നെ അടുത്ത പാർട്ട് ഇറങ്ങുന്നുണ്ട്. സോ ഒരു ഫ്രാഞ്ചൈസിലെ പടമാണ്. ഇതിനു മുമ്പുള്ള മറ്റു പടങ്ങൾ കണ്ടാലേ ഇത് മനസ്സിലാവും എന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ പോലെയൊക്കെ വേണമെങ്കിൽ ഒരു പടം പറയാം. കാരണം ഇത് മൊത്തത്തിൽ റീസെറ്റായിട്ട് ആദ്യം വരുന്ന പോലെയാണ് ഈ ഒരു പടം എന്ന് പറയാൻ. ഒരു സോംബി അപ്പോക്കലിപ്സ് കഴിഞ്ഞ് ഒരു 28 വർഷം കഴിഞ്ഞിട്ടുള്ള എങ്ങനെയായിരിക്കും എർത്ത് എന്നുള്ളതാണ് ഈ സിനിമ കാണിച്ചു തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ 2 പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണ്ടിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. നിങ്ങൾ സോംബി അപ്പോക്കലിപ്സ് അല്ലെങ്കിൽ സർവൈവൽ മോഡലുള്ള സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഒരു നല്ലൊരു ഫ്രഷ് ടേക്കാണ് ഈ ഒരു പടത്തിലുള്ളതെന്ന് പറയും. കാരണം നമ്മൾ സ്ഥിരം കണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ ക്ലീഷേഴ്സ്, അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നല്ല ലെയേർഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. ആൻഡ് ഈ സിനിമയിലെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിനെ പറ്റി അറിയാണ്ട് നിങ്ങൾ കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, സോംബി അല്ല ഇതിൽ. നമ്മളൊരു ഇൻഫെക്ഷൻ വന്നിട്ട്, നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയില്ല, അതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പക്ഷേ സോംബി എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ മരിച്ച ആൾക്കാർ പിന്നെ എണീറ്റ് വരുന്നതായിരിക്കും ഈ സോംബി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ കൊല്ലാൻ പറ്റില്ല, കൂടുതൽ ഇമ്മോർട്ടലായിരിക്കും. കുറേ കൊല്ലണമെങ്കിൽ വേറെ കുറേ ടെക്നിക്കൽ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിൽ പറയുന്നത് ഒരു റേജ് വൈറസ് ആണെന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ അത് ഇൻഫെസ്റ്റ് ചെയ്ത ആൾക്കാർ അപ്പം തന്നെ ടേൺ ആയിട്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായി ഭയങ്കര ഹൈപ്പർ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മറ്റേതൊക്കെ സോംബി ടേൺ ആവും കുറേ ടൈം എടുക്കുന്നുണ്ടാവും. സോ മരിച്ച ആൾക്കാരായിരിക്കും സോംബി ആവും. ഇതിലങ്ങനെയല്ല, ജീവനുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഇവരെ കൊല്ലാൻ പറ്റും എന്നതാണ് ഈ സിനിമയുടെ മെയിൻ വ്യത്യാസം മറ്റ് സോംബി ജോണറിൽ വെച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തീമിൽ തന്നെ വ്യത്യാസമുണ്ട്. ദെൻ ഈ സിനിമ വെറുതെ ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സോംബി സർവൈവൽ ത്രില്ലർ എന്നതിലുപരിയായിട്ട് ഈ ആൾക്കാരിലുണ്ടാകുന്ന വ്യത്യാസം, അവരിലുണ്ടാകുന്ന ബിഹേവിയേഴ്സും അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സബ്ലേഡായിട്ട് സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ വെറുതെ ഒരു ഹൊറർ ഫ്ലിക്ക് കാണിക്കുക എന്നതിലുപരിയായിട്ട് നല്ല ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് ഈ പടത്തിൽ. ആൻഡ് സിനിമയുടെ ഒരു വേൾഡ് ബിൽഡിങ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ഐലൻഡ് ഉണ്ട്, ഒരു മെയിൻ ഐലൻഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ്. നമ്മുടെ ഇപ്പോൾ ഈ രാമേശ്വരം എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു വഴിയുണ്ട് അതിൽ കൂടെ കടലിന് കുറുകെ. സോ അവിടേക്ക് ഈ ഒരു ലോ ടൈഡും ഹൈ ടൈഡും ഈ ഒരു വേലിയേറ്റൊക്കെ വരുന്ന സമയത്ത് വെള്ളം കയറും, ഇല്ലാത്ത സമയത്ത് അവർക്ക് പാസ് ചെയ്യും എന്നിങ്ങനെയുള്ള ഒരു വേൾഡ് ഉണ്ട്. ആൻഡ് അത് ഒരു 12 വയസ്സുള്ള ഒരു പയ്യന് മുമ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് ഈ സിനിമ. അതുപോലെ നമുക്കിത് കാണുമ്പോൾ ഓക്കെ, ഒരു പുതിയ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ വേൾഡ് ബിൽഡിങ് ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് വെച്ച് ഇതിൽ കുറേ മിസ്റ്ററീസ് ഉണ്ട്. സോ ഇത്രയും വർഷം കഴിഞ്ഞു, മറ്റേ നമ്മളൊരു 28 ആഴ്ചയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് ഉണ്ടാവുന്ന ആ ഒരു പീക്ക് മൊമെൻറ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് പരിപാടികൾ മാത്രമായിരുന്നു കഴിഞ്ഞ 2 സിനിമകളിൽ കാണിച്ചെങ്കിൽ ഇതിൽ നിന്ന് പറയും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സിവിലൈസേഷൻ എങ്ങനെയാണ് ഇവർ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ മാത്രമായിട്ട് കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ ഈ വൈറസ്. സോ ബാക്കി ആ ഒരു ഐലൻഡും അതുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആൻഡ് ഈ ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ റേജ് വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ആൾക്കാർ തന്നെ കുറച്ച് ഇപ്പോൾ നമ്മൾ സോംബീസ് ഇവോൾവ് ചെയ്യുന്ന പോലെ തന്നെ അതിലും കുറേ ഇവല്യൂഷൻ ഉണ്ട്, അതിലും കുറേ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നല്ല ലേയർഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്, കുറേ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ പറയാനും പറ്റുന്നുണ്ട് സിനിമയിൽ അതിൻ്റെ ഇടയിൽ കൂടെ. ആൻഡ് ഇതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു വേൾഡ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഇതിപ്പോൾ തീരില്ലല്ലോ എന്നൊരു പോയിന്റിൽ എനിക്ക് തോന്നി. കാരണം കുറേ സാധനങ്ങൾ ഇപ്പോൾ പറയാനുണ്ട്, കുറേ സാധനങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് പറയുന്നവിടെയാണ് ഈ സിനിമ നിർത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അടുത്ത പാർട്ട് വരാതിരിക്കുന്നത്. നോക്കിയപ്പോൾ ഇതൊരു ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. കാരണം അടുത്ത വർഷം തന്നെ അല്ലെങ്കിൽ ജനുവരി തന്നെ ഈ ഒരു പടം ഇറങ്ങുന്നുണ്ട്. ഒരു കൊല്ലം പോലും എടുക്കുന്നുള്ളൂ, ഒരു 6 മാസം. സോ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു 2 പാർട്ട് മൂവി പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി ഇവർ ഒരു ട്രയോളജി പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യ 2 പടങ്ങളുടെ ഇത് അല്ലെങ്കിൽ സക്സസ് നോക്കിയിട്ടായിരിക്കും 3rd പടം എടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു റീസെറ്റാണ്. സോ സ്ഥിരം കാണുന്ന ഒരു സോംബി ഫ്ലിക്ക് കണ്ടുമെടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുന്നത്. കാരണം ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണ്. നോർമൽ ക്യാമറാസ് അല്ല, ഐഫോൺ വെച്ചിട്ടാണ് ഈ ഒരു പടം മൊത്തം എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ചെറിയ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന 720 മില്യൺ അങ്ങനെ എന്തോ അത്രയും വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഒരു പടമാണ്. സോ അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ മോസ്റ്റ്ലി ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പടമാണ് ഈ ഒരു 28 Years Later എന്ന് പറയും. ആൻഡ് അതിൽ കുറേ നല്ലതുകൊണ്ട് മോശമുണ്ടെന്ന് പറയാം. ഇനീഷ്യലി കാണുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ പടങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ക്യാമറ ടെക്നിക്സിൽ കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇനീഷ്യലി കുറച്ചൊരു കലികടി ഉണ്ടാവും. പക്ഷെ പിന്നീട് അങ്ങോട്ട് സെറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ഇതിൽ ചില സമയത്തൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ടാവും ചില സാധനങ്ങളൊക്കെ. ചിലതൊക്കെ ഹൈ ക്വാളിറ്റി നമ്മളൊരു 4K കാണുന്ന പോലെ ഉണ്ടാവും. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ചില സമയത്ത്.
പക്ഷെ അത് അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, കുറച്ചൊക്കെ ആയിട്ട് അത് ശരിയായി വരും. ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ വെച്ചിട്ട് റിഗ് ഉണ്ടാക്കി ഒരു 10-20 ഫോൺ ഒരുമിച്ചൊക്കെ വെച്ച് അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. അതൊക്കെ ഈ സിനിമയിൽ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ടെക്നിക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു 10-20 ഫോൺ ഒരുമിച്ച് വെച്ച് ഒറ്റയടിക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു കർവ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഇവർ ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു ആരോ ഒക്കെ വിടുന്ന സമയത്ത് നമ്മൾ ഈ സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനും അല്ലെങ്കിൽ സ്പീഡ് റാമ്പൊക്കെ ചെയ്ത് കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് ഇത് കർവ് ചെയ്ത് വരും. അങ്ങനത്തെ കുറേ ടെക്നിക്സ് ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ദെൻ മറ്റേ ഈ അനമോർഫിക് ലെൻസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഷോഗൺ എന്ന സീരീസിലൊക്കെ കണ്ട പോലെ അതുപോലെ ഫീൽ ചെയ്യുന്ന കുറേ ഷോട്ടുകളും സിനിമയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇനീഷ്യലി കാണുമ്പോൾ അയ്യോ ഇതെന്ത് ഇങ്ങനെയെന്ന് ആദ്യം വിചാരിക്കും. പക്ഷേ ഇങ്ങോട്ട് പിന്നീട് പടത്തിൽ അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ രസമായിട്ടുണ്ട്. സോ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കൊരു ഓക്കെ മോഡലായിരുന്നു. കാരണം ചില സമയത്തൊന്നും ഫോക്കസ് അല്ല, എന്തൊക്കെയോ അവർ കാണിച്ചു വെക്കുന്നുണ്ട്. ആൻഡ് ഈ റിഗിൻ്റെ പരിപാടി അത് ഇനീഷ്യലി ആദ്യം 1-2 ഷോട്ടുകളൊക്കെ കണ്ടപ്പോൾ ഓക്കെ, പക്ഷെ പിന്നീട് അത് തന്നെ റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ അതും ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. കാരണം കുറച്ച് ഓവർ യൂസ്ഡ് ആയിട്ട് പോലെയും തോന്നി. ആദ്യം കാണുമ്പോൾ ഓക്കെ ഒരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നി. പക്ഷെ റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതും ഉള്ളത്. സോ പക്ഷെ മൊത്തത്തിൽ മേക്കിംഗ് നല്ല ഹൈ ക്ലാരിറ്റി ഉള്ള ഒരു ഗ്രീനറിയാണ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. പക്ഷെ ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ സിനിമയിലുണ്ട്. ഐ തിങ്ക് ഇന്ത്യയിൽ സെൻസറിങ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആയിട്ട് ബ്ലറും കട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ സെൻസർ ബോർഡ് നല്ല രീതിയിൽ കൈവച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇന്ത്യയിൽ ഇവിടെ UA ആണ്, അല്ലെങ്കിൽ 16+ എന്നാണ്. ആക്ച്വലി ഈ ഒരു പടം ആയിട്ടുള്ള മൂവിയാണ്. സോ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ഇപ്പോൾ സ്ഥിരം കാണുന്ന ഒരു സോംബി അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമകളും സീരീസുകളൊക്കെ കണ്ട് ശീലിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ട് മടുത്തവരാണെങ്കിൽ ഒരു ഫ്രഷ് ടേക്ക് ആണെന്ന് പറയും. ഒരു 28 years later വെറുതെ കുറേ സോംബി വന്ന് അവർ അറ്റാക്ക് ചെയ്ത് കൊല്ലുക അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അവിടെയുള്ള അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും അവരുടെ മൊത്തത്തിലുള്ള ബിഹേവിയറെ മാറുക, ആക്ച്വലി ഇവരെ ഹണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകും എന്നുള്ള ഒരു കുറേ സെറ്റപ്പുകളുണ്ട്. അങ്ങനത്തെ കുറേ ഫിലോസഫിക്കാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഒരു ഫ്രഷ് ടേക്കായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതിനൊരു അടുത്ത പാട്ടും കൂടി ഉണ്ട്. അടുത്ത വർഷം ഈ ജനുവരി തന്നെ വരായിരിക്കുന്നത്, ജനുവരി 16 എന്തോ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഫ്ലിക്കായിട്ട്, ഒരു ഹൊറർ ഫ്ലിക്കായിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി സോംബി എന്ന് പറഞ്ഞാൽ സർവൈവൽ അല്ല, ഇറ്റ്സ് എ ഹൊറർ, അല്ലെങ്കിൽ ഹൊററിൻ്റെ ഒരു സബ് ജോണറാണെന്ന് പറയാം. പക്ഷെ പലരും നമ്മളിപ്പോൾ പടം എടുത്തെടുത്ത് ശീലിച്ച് നമ്മൾ കാണുന്നത് ഈ ഒരു സർവൈവൽ ഫ്ലിക്കാണ്. സോംബി വന്നാൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം, സർവൈവ് ചെയ്യണം എന്നുള്ളൊരു പരിപാടി മാത്രം. ആക്ച്വലി ഹൊററാണ്, നമുക്ക് പേടിയാവണം. എനിക്ക് അതിൻ്റെ ട്രെയിലറിൽ നിന്ന് ആ ഒരു സാധനം കിട്ടിയിരുന്നു. അത് അത്ര ഇല്ലെങ്കിലും ആ ഒരു ഹൊറർ എന്നൊരു ജോണറിന് ഒരു 50% നീതി പുലർത്താൻ ഇതിൽ പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്ക് ചില ജംസ്കേഴ്സും അല്ലെങ്കിൽ ഇത് എപ്പോൾ വരും, എങ്ങനെ വരും, നമുക്കത് കാണുമ്പോൾ ഒരു പേടി വേണ്ടി. ഇപ്പോൾ സോംബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ വാക്കിംഗ് ഡെഡ് പോലെയുള്ള മറ്റെല്ലാ സീരീസുകളും കണ്ട് അവർ വന്നാൽ വെടിവെച്ച് വിടുക, അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെ അടി ഉണ്ടാക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണാറുള്ളത്. സോംബി അവിടെ ഉണ്ട്, അതിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടാവും. സോംബി അപ്പോക്കലിപ്റ്റിക് അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന ബാക്കി ആൾക്കാർ എങ്ങനെ അടി ഉണ്ടാക്കുന്നുള്ളതായിരിക്കും കൂടുതൽ മറ്റു പടങ്ങളിൽ കാണിക്കുകയെങ്കിൽ ഇതിൽ അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു സോംബികൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്കൊരു പേടിയും വരും എന്ന രീതിയിലാണ് ഈ ഒരു പടം. അതുകൊണ്ട് നല്ലൊരു ഫ്രഷ് ടേക്കായിട്ട് എനിക്ക് തോന്നി. സോ തീർച്ചയായിട്ടും കണ്ടുപോകുക. തിയേറ്ററിൽ കാണാനുള്ളൊരു സ്റ്റഫ് ഉണ്ട്. കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.